എല്ലാവർക്കും നമസ്കാരം. നമുക്ക് തുടങ്ങാം. എന്താണ് ആരോഗ്യം? ആന്തരിക പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ എപ്പോഴാണോ ഉള്ളത് അതാണ് ആരോഗ്യം. അതായത് നമ്മുടെ ശരീരത്തിന്, ആന്തരിക പ്രകൃതിക്ക് ഒരു സന്തുലിതമായ അവസ്ഥയുണ്ട്. അതിന്റെ ടെമ്പറേച്ചർ സന്തുലിതമായിരിക്കണം. 98 110 ഡിഗ്രിക്കും ഇടയ്ക്ക് കിടക്കണം. അത് സുഖകരമായ ഒരു അവസ്ഥ ഉണ്ടാവണം. നമ്മുടെ പ്രഷർ 80 120, ഷുഗർ 80 120, അതായത് ഒരു സന്തുലിതമായ അവസ്ഥയുണ്ട് ശരീരത്തിന്. ഈ സന്തുലിതാവസ്ഥ IMA തീരുമാനിച്ചതല്ല, തീരുമാനിച്ചിരിക്കുന്ന പ്രകൃതിയാണ്. പ്രകൃതി തീരുമാനിച്ചത് കണ്ടെത്തിയെന്ന് മാത്രമേ ഉള്ളൂ IMA, അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രം അത് കണ്ടെത്തി എന്നുള്ളതേ ഉള്ളൂ. പ്രകൃതി ഒരു സന്തുലിതാവസ്ഥ നമുക്ക് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ആ സന്തുലിതാവസ്ഥയിൽ എപ്പോഴാണോ നമ്മൾ എത്തപ്പെടുന്നത് അപ്പോഴാണ് ആരോഗ്യം. രോഗമില്ലാത്ത അവസ്ഥയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ശുദ്ധാസംബന്ധമാണ്. രോഗവുമായിട്ടല്ല ആരോഗ്യത്തെ ബന്ധപ്പെടുത്തേണ്ടത്, റിലേറ്റ് ചെയ്യേണ്ടത് അതുമായിട്ടല്ല. ആരോഗ്യം എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു സന്തുലിത അവസ്ഥ, പ്രകൃതിയുടെ സന്തുലിതമായ താളക്രമം. ആ സന്തുലിത നിലനിർത്തുന്ന എപ്പോഴാണോ അതാണ് നമ്മുടെ ആരോഗ്യം. എന്തിനാണ് ആരോഗ്യം? സുഖമായി ഇവിടെ ജീവിക്കാനാണ്. സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആരോഗ്യം വേണ്ടേ? ആരോഗ്യം വേണം. പ്രകൃതിക്ക് ആരോഗ്യമുള്ളവരെ മതി. ആരോഗ്യമില്ലാത്ത എല്ലാവരെയും പ്രകൃതി ഉന്മൂലനം ചെയ്ത് ഈ ഭൂമുഖത്ത് നിന്നും മാറ്റും. ഒരു കൂട്ടം മാനുകൾ കാട്ടിലുണ്ടെങ്കിൽ ആ കാട്ടില് ഒരു 50 മാനുകൾ ഉണ്ടെങ്കിൽ അതിൽ ഒരു മാനിന് അല്പം വീക്ക്നെസ് ആണെങ്കിൽ ആദ്യം തിന്നപ്പെടുക ആ മാനായിരിക്കും. അങ്ങനെ ബാക്കിയുള്ള മാനുകളെല്ലാം ആരോഗ്യമുള്ള ഒരു ഹേർഡായിരിക്കും, ഒരു കൂട്ടമായിരിക്കും. അങ്ങനെ എപ്പോഴും മാൻകൂട്ടം ആരോഗ്യമുള്ളതായി നിലനിർത്തും, ആരോഗ്യമില്ലാത്തതിനെ മാറ്റിക്കളയും. അതായത് സന്തുലിതമല്ലാത്ത ഒന്നിനെ പ്രകൃതിക്ക് വേണ്ട, ആരോഗ്യമില്ലാത്ത ഒന്നിനെയും പ്രകൃതിക്ക് വേണ്ട. അപ്പോൾ പ്രകൃതി ആ ജീവിയെ ഉന്മൂലനം ചെയ്യാൻ, ആ സസ്യത്തെ ഉന്മൂലനം ചെയ്യാൻ പ്രകൃതിക്ക് ഒരുപാട് നടപടികളുണ്ട്. എങ്ങനെ അതിനെ കളയണം? ആരോഗ്യം ക്ഷയിച്ചവയെ ഉടച്ച് മാറ്റാനായിട്ട് വൈറസ് ഉണ്ട്, വെള്ളപ്പൊക്കമുണ്ട്, കാറ്റുണ്ട്, മഴയുണ്ട്, വെള്ളമുണ്ട്, അഗ്നിയുണ്ട്. അങ്ങനെ പല വഴികളിലൂടെ പ്രകൃതി ആ സന്തുലിതാവസ്ഥ വീണ്ടെടുക്കും. അപ്പോൾ നമ്മൾ ആരോഗ്യത്തോടെ നിൽക്കണം, നമ്മുടെ ചുറ്റുപാടുകൾ ആരോഗ്യത്തോടെ നിലനിർത്തണം. ഇത് നമ്മുടെ ധർമ്മത്തിന്റെ ഭാഗമാണ്. എങ്ങനെയാണ് ആരോഗ്യം? എന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങൾ 5 വിധിച്ച അന്നങ്ങളാക്കുക. നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതും ശ്വസിക്കുന്നതും കൊള്ളുന്ന അഗ്നിയും കേൾക്കുന്ന ശബ്ദവും പ്രകൃതി വിധിച്ചതാക്കിയാൽ ആരോഗ്യത്തോടെ ജീവിക്കാം. ഒരു രോഗവും വരില്ല എന്ന് തന്നെയല്ല, അങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഇവിടെ എന്തൊക്കെ നിങ്ങൾ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, എന്തൊക്കെ വരെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഭൂമിയിൽ നിന്നും സന്തോഷത്തോടെ മടങ്ങിപ്പോകാം. അതായത് മരണത്തെ ശാന്തമായി അഭിമുഖീകരിക്കാനും പറ്റുമെങ്കിൽ നമ്മളുടെ മരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും നീട്ടിക്കൊണ്ടുപോകാനും നമുക്ക് കഴിയും. വേണമെന്നുണ്ടെങ്കിൽ അത് കഴിയും. അപ്പോ ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്നത് വിധിച്ചതായിരിക്കണം, കുടിക്കുന്നത് വിധിച്ചതായിരിക്കണം, കൊള്ളുന്ന ചൂട് ശ്വസിക്കുന്നത് വിധിച്ചതായിരിക്കണം. അതായത് ഓക്സിജന്റെ പെർസെൻറ്റേജ്, അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ പെർസെൻറ്റേജ് എത്രയായിരിക്കണം? അത് 22 ആണ് സാധാരണഗതിയിൽ. ഒരു 26 ഉണ്ടെങ്കിൽ ആരോഗ്യത്തോടെ ഇവിടെ ജീവിക്കാൻ പറ്റും. അപ്പോ കുടിക്കുന്ന വെള്ളം, ഇപ്പൊ നമ്മൾ എല്ലാവരും പച്ചവെള്ളമാണ് കുടിച്ചോണ്ടിരിക്കുന്നത്. മനുഷ്യന് വിധിച്ചത് പച്ചവെള്ളമല്ല. അതായത് പച്ചവെള്ളം വിധിച്ചിരിക്കുന്നത് പ്ലാന്റ്സിനും മൃഗങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ്, പ്രത്യേകിച്ച് പ്ലാന്റ്സിനുള്ളതാണ്. മനുഷ്യന് കുടിക്കേണ്ട വെള്ളം ജീവന്റെ തലം ഉയർത്തപ്പെട്ട വെള്ളമാണ്. അതായത് പച്ചവെള്ളം കുടിച്ച കരിമ്പിന്റെ ചെടി പച്ചവെള്ളം കുടിച്ചിട്ട് മധുരവെള്ളം തരുന്നു. ആ മധുരവെള്ളമാണ് നമ്മുടെ വെള്ളം. ഒരു ഓറഞ്ച് മരം പച്ചവെള്ളം കുടിച്ചിട്ട് ഓറഞ്ച് ജ്യൂസാക്കി തരുന്നു, അതാണ് നമ്മുടെ വെള്ളം. ഒരു തണ്ണിമത്തൻ പച്ചവെള്ളം കുടിച്ചിട്ട് തണ്ണിമത്തന്റെ ജ്യൂസാക്കി തരുന്നു, അതാണ് മനുഷ്യന്റെ വിധിച്ച വെള്ളം. മനുഷ്യന്റെ വിധിച്ച വെള്ളം ഏതാണെന്ന് പോലും ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആരും പരിഗണിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കുടിവെള്ളം ടാങ്കിലുണ്ടാക്കി, പുഴയിലെ വെള്ളം കെട്ടിയെടുത്ത് ടാങ്കിലുണ്ടാക്കി തിളപ്പിച്ച് കുടിക്കുന്ന കാര്യത്തെ പറ്റിയാണ് ആലോചിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആരോഗ്യം ഉണ്ടാവില്ല. വിധിച്ച അന്നം, പഞ്ചഭൂതങ്ങൾ 5ഉം വിധിച്ചതാക്കാൻ ഉള്ള നടപടികളാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മളുടെ ധർമ്മത്തിന്റെ ഭാഗമാണ്.
ആ ധർമ്മം നമ്മൾ നിറവേറ്റണം. സ്വധർമ്മം നമ്മൾ നിറവേറ്റിയാൽ വേണ്ടി. എന്തുകൊണ്ട് ആരോഗ്യം വേണം? ആരോഗ്യം എന്തുകൊണ്ടാണ് വേണ്ടേ? സുഖമായി ഇവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ സംതൃപ്തിയോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ഇവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആരോഗ്യം ഇല്ലാതെ എങ്ങനെ പറ്റുക? ആരോഗ്യം എന്ന് പറയുന്നത് സംതൃപ്തിയുമായി ബന്ധപ്പെട്ടതാണ്, ഭൗതികപരമായ ഒരു കാര്യമാണ്. സംതൃപ്തി ആത്മസംതൃപ്തിയിലേക്ക് പരിവർത്തനപ്പെടണം. സമാധാനം ശാന്തിയിലേക്ക് പരിവർത്തനപ്പെടണം. സന്തോഷം ആനന്ദത്തിലേക്കും പരിവർത്തനപ്പെടണം. അങ്ങനെ പരിവർത്തനപ്പെടണമെന്നുണ്ടെങ്കിൽ ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും ഉണ്ടായാലേ പറ്റൂ. അപ്പൊ ആരോഗ്യം കൂടിയേ പറ്റൂ. നമുക്ക് ശാരീരിക ആരോഗ്യം കൂടിയേ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ ലക്ഷ്യത്തിലെത്തില്ല. കാരണം ലക്ഷ്യം ആനന്ദമാണ്. എത്തണമെന്നുണ്ടെങ്കിൽ ശാരീരിക ആരോഗ്യം ഇല്ലാത്ത ആരോഗ്യത്താൽ ആനന്ദം, അന്നത്താൽ ആനന്ദം. ലക്ഷ്യം ആനന്ദമായതുകൊണ്ട് എങ്ങനെയാണ് എത്തേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒരു കെട്ടുകഥയോ യാഥാർത്ഥ്യമോ? കെട്ടുകഥ ആധുനിക ശാസ്ത്രത്തിന്, ഇക്കോളജിക്ക് ഇല്ല. കെട്ടുകഥയില്ല. ആരോഗ്യം 100% ഉറപ്പാക്കുന്ന ഒരു ശാസ്ത്രമാണ് ഇക്കോളജി. കാരണം ഇക്കോളജിക്ക് വളരെ വ്യക്തമായി അറിയാം, ഓരോ ശരീരവും അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാകയാൽ പഞ്ചഭൂതങ്ങൾ 5ഉം കറക്റ്റ് ചെയ്താൽ ശരീരത്തിന് എപ്പോഴും ആരോഗ്യമുണ്ടായിരിക്കും. അത് കെട്ടുകഥയാകുന്നത് എങ്ങനെയാ? ഒരിക്കലും അത് കെട്ടുകഥയല്ല. നമ്മൾക്ക് പഞ്ചഭൂതങ്ങൾ 5ഉം കറക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഇന്നേ വരെ കഴിച്ചോ? കഴിക്കുന്നത് ശരിയാക്കാൻ പറ്റിയോ? കുടിക്കുന്നത് ശരിയാക്കാൻ പറ്റിയോ? കഴിക്കുന്നതും കുടിക്കുന്നതും ശ്വസിക്കുന്നതും കൊള്ളുന്നതും കേൾക്കുന്നതും ഒരുമിച്ചിട്ടുള്ള ഒരു ഹാപ്പിനെസ് ടൂറിസം സെന്റർ നിങ്ങൾക്ക് 3 മാസത്തിനുള്ളിൽ കാണാം, അനുഭവിക്കാൻ പറ്റും. അപ്പോഴേ ആരോഗ്യം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. അതാണ് നമ്മളുടെ ടാർഗറ്റ്. അത് ഒരു ആനന്ദ സർവകലാശാല പോലെ തന്നെ നമുക്കൊരു ഹാപ്പിനെസ് ടൂറിസം സെന്റർ ഉണ്ടാവും. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 സെന്ററുകളിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വിധിച്ചത് മാത്രമേ കിട്ടൂ. സകലതും വിധിച്ചതായി പ്രകൃതി വിധിച്ച പഞ്ചഭൂതങ്ങൾ 5ഉം കറക്റ്റ് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഹാപ്പിനെസ് ടൂറിസം സെന്റർ. ഇതാണ് നമ്മളുടെ ടാർഗറ്റ്. എൻ്റെ മുന്നിലിരിക്കുന്ന, എന്നെ കേൾക്കുന്ന കാശുള്ളവരുണ്ടെങ്കിൽ അവരുടെ ധർമ്മം, അവരുടെ ജോലി എന്ന് പറയുന്നത് ഹാപ്പിനെസ് ടൂറിസം സെന്റർ നാട്ടിലുണ്ടാക്കുക എന്നുള്ളതാണ്. കാശുണ്ടാക്കിക്കൊള്ളൂ, പക്ഷേ അറ്റ് ദി സെയിം ടൈം പ്രകൃതി ശരിയായി വരും. ലോകം മുഴുവൻ ഹാപ്പിനെസ് ടൂറിസം സെന്റർ ഉണ്ടാവുക. അങ്ങനെ ഉണ്ടായാൽ ആ ഹാപ്പിനെസ് ടൂറിസം സെന്ററിൽ എത്തുന്നവർക്ക് എന്താണ് ഹാപ്പിനെസ്, എങ്ങനെയാണ് ആർജിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക. ആ ടൂറിസം സെന്ററിൽ എത്തുന്ന എല്ലാവരും അവരുടെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ഹാപ്പിനെസ് ടൂറിസം സെന്റർ ചെയ്യുക. അങ്ങനെ ഭൂമുഖം മുഴുവൻ ഹാപ്പിനെസ് ടൂറിസം സെന്ററുകളാക്കി മാറ്റുക. ആരോഗ്യം എന്നത് കെട്ടുകഥയാണോ ഇല്ലെന്ന് അപ്പോൾ അറിയാൻ പറ്റും. പൂർണ്ണ ആരോഗ്യവാനാകാൻ സാധ്യമാണോ? സാധ്യമാണ്. ഇന്ന് നമ്മൾ പൂർണ്ണ ആരോഗ്യവാനല്ല എങ്കിൽ അതിന്റെ കാരണം നമുക്ക് പഞ്ചഭൂതങ്ങൾ 5ഉം ഇന്നേ വരെ കറക്റ്റ് ചെയ്ത് കഴിക്കാൻ ആർക്കും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. പ്രകൃതി ചികിത്സയിൽ പറയുന്ന പഴങ്ങളല്ല. മനുഷ്യ ശരീരത്തിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് കണ്ടെത്തി അത് ശരീരത്തിന് കൊടുത്തിട്ട് നോക്കുക എന്താണ് മാറ്റമെന്ന്. ഈ ശരീരം എന്താണെന്നും അതിന്റെ പവർ എന്താണെന്നും അപ്പോഴേ നമുക്ക് മനസ്സിലാവും. അത് കൊടുക്കാതെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നല്ല. അനുഭവിക്കേണ്ട സാധനമാണ്. എൻ്റെ ആരോഗ്യം എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണോ? ആണ്. ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. രോഗം കുറ്റകരമായ ഒരു വീഴ്ചയാണ്. ശിക്ഷ അർഹിക്കപ്പെടുന്ന തെറ്റാണ്. രോഗം എന്ന് പറയുന്നത് ശിക്ഷിക്കപ്പെടേണ്ട ഒരു കുറ്റമാണ്. രോഗം. തെറ്റ് ചെയ്തവന് പ്രകൃതി നൽകുന്ന ശിക്ഷയാണ് രോഗം. അപ്പം മനസ്സിന്റെ മാലിന്യമാണ് രോഗം. മനസ്സിന്റെ മാലിന്യം എന്നത് അറിവില്ലായ്മയാണ്. എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അറിയില്ല. ആരോഗ്യം എന്താണെന്ന് അറിയില്ല. ആരോഗ്യം എങ്ങനെയാണ് നിലനിർത്തേണ്ടതെന്ന് അറിയില്ല. അറിവിന്റെ അഭാവം എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. എൻ്റെ ആരോഗ്യത്തിൽ മാത്രമാണോ എനിക്ക് ഉത്തരവാദിത്വമുള്ളത്? അല്ല. ഈ ഭൂമിയിലുള്ള കുടുംബത്തിലുള്ളവരുടെ മാത്രമല്ല, ഈ ചുറ്റുപാടുമുള്ള സകല ജീവജാലങ്ങളുടെയും, വൈറസ് മുതൽ ആന വരെയുള്ളവരുടെ ആരോഗ്യം, അവരുടെ ആരോഗ്യത്തിലും
അവരുടെ ആയുസ്സിലും ആരോഗ്യത്തിലും ആനന്ദത്തിലും സൗന്ദര്യത്തിലും വർക്ക് ചെയ്യേണ്ടവരാണ് എല്ലാവരും. സൂക്ഷ്മ ജീവജാലങ്ങളെ, അതായത് വൈറസ് മുതൽ ആന വരെയുള്ള ജീവജാലങ്ങളുടെയും മറ്റുള്ള മനുഷ്യരുടെയും മണ്ണിന്റെയും ആരോഗ്യത്തിന് വേണ്ടി പണിയെടുക്കുക. അതാണ് നമ്മളുടെ ധർമ്മം. അതാണ് അവരുടെ കൂടി പണിയെടുക്കേണ്ടതുണ്ട്. അല്ല നമ്മുടെ ആരോഗ്യം മാത്രമല്ല, നമ്മളുടെ ആരോഗ്യം എങ്ങനെയാണ് ആർജിക്കണതെന്ന് അറിവ് നേടിയെടുക്കുക. ആ അറിവ് മറ്റുള്ളവർക്കായി കൊടുക്കുക, കൊടുത്തുകൊണ്ടേയിരിക്കുക. അറിവ് കയ്യിൽ വെച്ച് സൂക്ഷിക്കാനുള്ളതല്ല. കിട്ടുന്ന അറിവുകൾ അപ്പോൾ തന്നെ മറ്റുള്ളവർക്കായി പങ്കുവെക്കണം, പകർന്നു കൊടുക്കണം. അപ്പോഴല്ലേ കൊടുക്കും തോറും ഏറിടുമെന്ന് പറയുന്ന തത്വം അവിടെ പാലിക്കപ്പെടുകയുള്ളൂ. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ആരോഗ്യം നമ്മുടെ മാത്രം ഉത്തരവാദിത്തമല്ല, നമ്മുടെ ഉത്തരവാദിത്തമാണ്, ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അങ്ങനെ പ്രശ്നമില്ല. ശാരീരിക ആരോഗ്യം എന്ത്? നേരത്തെ പറഞ്ഞത് തന്നെ, ഭൗതിക ശരീരത്തിന്റെ സന്തുലിതമായ താളക്രമം നിലനിർത്തുന്നതാണ് ആരോഗ്യം, ശാരീരിക ആരോഗ്യം. ശാരീരിക ആരോഗ്യം ശേഖരിക്കാൻ വേണ്ട നടപടികൾ നമ്മൾ എടുത്താൽ മാനസികാരോഗ്യം ഓട്ടോമാറ്റിക്കാണ്. അതാണ് നമ്മൾ എപ്പോഴും പറയുക, മേക്ക് യുവർ ബോഡി ഡിവൈൻ, ദെൻ യു വിൽ ബിക്കം ഡിവൈൻ. നിങ്ങളുടെ ബോഡി ഡിവൈൻ ആക്കുക, ദെൻ യു വിൽ ഓട്ടോമാറ്റിക്കലി ബിക്കം ഡിവൈൻ. ഇപ്പൊ ശാരീരിക ആരോഗ്യം അതിപ്രധാനമാണ്. ശരീര ആരോഗ്യം ശരിയാക്കുന്ന അന്നമാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സ് കറക്റ്റ് ആയിരിക്കും, മനസ്സിലെ അറിവുകൾ കറക്റ്റ് ആയിരിക്കും. അപ്പൊ അത് കറക്റ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ശാരീരിക ആരോഗ്യം, സന്തുലിതാവസ്ഥ, പഞ്ചഭൂതങ്ങൾ 5 കറക്റ്റ് ചെയ്ത് ശരീരത്തിന്റെ ആന്തരിക പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുക. മാനസിക ആരോഗ്യം എന്ത്? മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് ശാന്തമായ മനസ്സ്. നിങ്ങൾ ശാന്തമാണെങ്കിൽ, മനസ്സെപ്പോഴും ശാന്തമായിരിക്കുമെങ്കിൽ മാനസികാരോഗ്യമായി. അല്ലെങ്കിൽ സംഘർഷത്തിലാണെങ്കിൽ എപ്പോഴും കുഴപ്പമാണ്. എപ്പോഴാണ് മനസ്സ് സംഘർഷത്തിലാവുക? അനിശ്ചിതത്തിലെത്തുക. മനസ്സ് ബുദ്ധിയോടടുത്തിരിക്കുമ്പോൾ സുരക്ഷിതത്വത്തിലായിരിക്കും. മനസ്സിന്റെ ചിന്തകൾ ബുദ്ധിയുമായി അടുത്തിരിക്കുക, സുരക്ഷിതരാണ്. കേന്ദ്രത്തിൽ, ആജ്ഞാ കേന്ദ്രത്തിൽ നിന്നും, ബുദ്ധിയുടെ കേന്ദ്രത്തിൽ നിന്നും മനസ്സ് അകലുമ്പോൾ അനിശ്ചിതത്വം. അപ്പൊ മാനസികാരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ ബുദ്ധിയുമായി ചേർന്നിരിക്കുക. അത് മാത്രം മതി. ആത്മീയ ആരോഗ്യം എന്താണ് ആത്മീയത എന്ന് തിരിച്ചറിയണം. ഈ ആത്മാവ് എന്താണെന്ന് തിരിച്ചറിയണം. ആത്മാവ് എന്താണെന്ന് അറിയുമ്പോഴാണ് ആനന്ദം. ആരാണെന്നറിയുമ്പോൾ ആനന്ദം. അപ്പോഴാണ് ആനന്ദം കിട്ടുക. ആത്മീയ ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ആത്മീയത ശരിയാണോ എന്ന് വിലയിരുത്തുക. അമ്പലത്തിൽ പോയി വഴിപാട് നടത്തുന്നു, പള്ളിയിൽ പോയി വഴിപാട് നടത്തുന്നു, കുർബാന നടത്തുന്നു, പ്രാർത്ഥന നടത്തുന്നു, വ്രതങ്ങൾ നടത്തുന്നു, ആചാരങ്ങൾ മുഴുവൻ ചെയ്യുന്നു. സമാധാനമുണ്ടോ? കിട്ടണുണ്ടോ? ഇന്ന് ദേവാലയത്തിൽ പോകുന്ന സകല മനുഷ്യരും, ഇന്നത്തെ ദേവാലയത്തിൽ പോകുന്ന സകല മനുഷ്യരും വെറും കൈയുമായാണ് തിരിച്ചു പോരുന്നത്. അവിടെ ചെന്ന് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ചോദിച്ചു വാങ്ങേണ്ട വരം എന്താണെന്ന് ഓരോരുത്തരും അറിഞ്ഞേ പറ്റൂ. ഇഷ്ടദൈവത്തിന്റെ സ്നേഹം ചോദിച്ചു വാങ്ങാൻ പറ്റണം. അതിന് പകരം അവിടെ ചെന്ന് നമ്മുടെ ആവശ്യങ്ങളാണ് പറയുക. ആവശ്യങ്ങളോ ആവലാതികളോ സങ്കടങ്ങളോ പറയരുത്. പക്ഷേ ചോദിച്ചു വാങ്ങേണ്ട ഒരു വരമുണ്ട്. അവിടെ ചെന്ന് ചോദിച്ചു വാങ്ങേണ്ട വരം സ്നേഹമാണ്. ഇഷ്ടദൈവത്തിന്റെ സ്നേഹം വാങ്ങി നിറയ്ക്കുക. പക്ഷേ ദൈവങ്ങളുടെ കുഴപ്പം ഇതൊരാൾക്ക് മാത്രമായിട്ട് തരില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും, കൊടുത്താൽ എല്ലാവർക്കും തിരിച്ചു കിട്ടും. അപ്പോൾ ആത്മീയ ആരോഗ്യം എന്ന് പറയുന്നത് അമ്പലത്തിൽ ദേവാലയത്തിൽ പോക്കല്ല, പള്ളിയിൽ പോക്കലല്ല. പക്ഷേ ഇഷ്ടദൈവത്തിന്റെ സ്നേഹം ചോദിച്ചു വാങ്ങാൻ ഒരു ഇടം, ഒരു പ്രത്യേക ഇടം, ഒരു പ്രത്യേക സമയമെന്നേ ദേവാലയത്തിന് അർത്ഥമുള്ളൂ. അതൊരു പ്രത്യേക സ്ഥാനത്ത് നിർമ്മിച്ചിരിക്കുന്നു എന്ന് മാത്രം. അതിന്റെ പവർ കൂടിയ ഒരു സ്ഥാനം നിർണയം നടത്താൻ പറ്റും. അങ്ങനെ നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. മുന്നിലെത്തുന്ന ഓരോരുത്തരും ഞാൻ തന്നെയാണ്, അവനവൻ തന്നെയാണ് എന്ന തിരിച്ചറിവ്. അതായത് ഒരേ ആത്മാവിന്റെ സന്തതികളാണ് സകലരും. അതായത് ഒരാത്മാവും ഒരു ആകാശവും, ആകാശവും ആത്മാവിന്റെയും മക്കളാണ് ഈ ഭൂമിയിലുള്ള സകല സൂര്യന്മാരും, ഈ ഭൂമിയും ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങളും, ചന്ദ്രനും സൂര്യന്മാരും ഗ്രഹങ്ങളും മുഴുവൻ ആത്മാവും ആകാശവും ചേർന്ന് സൃഷ്ടിച്ചതാണ്.
അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും സഹോദരീ സഹോദരന്മാരല്ലേ? സകല വൃക്ഷങ്ങളും സഹോദരീ സഹോദരന്മാരല്ലേ? പുഴകളതല്ലേ? മലകളതല്ലേ? എല്ലാവരും ഒരേ ആളിന്റെ സന്തതികളാണ്, സഹോദരങ്ങളാണ് എന്ന് തിരിച്ചറിയുന്നതാണ് ആത്മീയത. ആരോഗ്യമുള്ള കുടുംബം എന്താണ്? കുടുംബം പ്രകൃതി വിരുദ്ധമായ ഒരു നടപടിയായി തോന്നാം. കാരണം ഒരു കുടുംബ സംവിധാനം രൂപപ്പെടുത്തേണ്ടത് മനുഷ്യൻ തന്നെയാണ്. മനുഷ്യൻ തന്നെ രൂപപ്പെടുത്തി എടുത്തുകൊള്ളണം ഒരു കുടുംബ സംവിധാനം. പ്രകൃതിയിൽ ഇപ്പൊ പക്ഷികൾ ഇരട്ടകളാണ്, പ്രകൃതി തന്നെ തീരുമാനിച്ചിട്ടാണ് അവർ ഇരട്ടകളായിട്ട് പോവുക. ഒരുപാട് പക്ഷികളുമായി ചേരുന്ന പക്ഷികൾ വേറെയുണ്ട്, അതൊരു വിഭാഗമാണ്. എന്നാൽ ഇണകൾ ഇരട്ടകളുള്ള ഒരുപാട് ജീവികൾ ഇവിടെയുണ്ട്. മനുഷ്യന് വേണ്ട ഒരു കുടുംബ സംവിധാനം മനുഷ്യൻ തന്നെ രൂപപ്പെടുത്തണം. ആരോഗ്യത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുടുംബ സംവിധാനം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ മൃഗതുല്യരാണ്, മൃഗതുല്യർ. മൃഗങ്ങള് തോന്നിയ പോലെ പോയിക്കൊണ്ടിരിക്കുന്നു, പ്രകൃതി അതിനെ നിയന്ത്രിക്കും. നിയന്ത്രണം മറ്റൊരാളാണ്. നമ്മുടെ നിയന്ത്രണം നമ്മൾ തന്നെയാണ്. നമ്മളുടെ കുടുംബ സംവിധാനം ഡിസൈൻ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. ഒരു കുടുംബത്തിൽ അസമാധാനം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഡിസൈൻ തെറ്റാണ് എന്നാണ്. അല്ലെങ്കിൽ ആ ഡിസൈനിൽ എന്തോ പോരായ്മയുണ്ട്, അത് നികത്തുകയാണ് വേണ്ടത്. കുടുംബം വേണ്ട എന്ന് അർത്ഥമാക്കരുത്. ഇപ്പോ സ്കൂളിൽ പഠിപ്പിക്കുന്നതെല്ലാം തെറ്റാണ്, അതുകൊണ്ട് സ്കൂൾ വേണ്ട എന്ന് വെച്ചാലോ? ശരിയായ ഒരു സ്കൂൾ ഉണ്ടാക്കുകയല്ലേ വേണ്ടേ? കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് കുടുംബം വേണ്ടെന്നാണോ വെക്കണ്ടേ? ശരിയായ കുടുംബ സംവിധാനം എങ്ങനെയാണെന്ന് രൂപപ്പെടുത്തേണ്ടതുള്ളതല്ലേ? ആ കുടുംബ സംവിധാനത്തിന് നമ്മൾക്ക് വേണ്ട സോൾമേറ്റിനെ കണ്ടെത്താനുള്ള വിദ്യ കണ്ടുപിടിക്കേണ്ടി. അത് കണ്ടുപിടിച്ചിട്ടല്ലേ നമുക്ക് അങ്ങനെ സോൾമേറ്റ് തമ്മിൽ ബന്ധപ്പെടേണ്ടതുള്ളത്. ഇതൊക്കെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ആരോഗ്യമുള്ള കുടുംബം എന്താണ്? എല്ലാവരും മനസമാധാനത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബാന്തരീക്ഷം. സാമൂഹിക ആരോഗ്യം എങ്ങനെ? എല്ലാ മനുഷ്യരും പരസ്പരം പങ്കുവെച്ച്, സമ്പത്ത് പങ്കുവെച്ച്, സമയം പങ്കുവെച്ച്, അറിവ് പങ്കുവെച്ച്, കഴിവ് പങ്കുവെച്ച്, സ്വപ്നം പങ്കുവെച്ച്, പ്രാർത്ഥനയും പങ്കുവെച്ച്, സങ്കടം പങ്കുവെച്ച്, സന്തോഷം പങ്കുവെച്ച് ജീവിക്കുന്ന ഒരു സമൂഹം ആരോഗ്യമുള്ള സമൂഹമായിരിക്കും. അതായത് പങ്കുവെക്കൽ എന്ന് പറയുന്ന ഒരു ആശയം. എല്ലാം പങ്കുവെക്കണം. സമ്പത്ത് പങ്കുവെക്കണം, സമയം പങ്കുവെക്കണം, അറിവ് പങ്കുവെക്കണം, കഴിവ് പങ്കുവെക്കണം, ബുദ്ധി പങ്കുവെക്കണം, സന്തോഷം പങ്കുവെക്കണം, സങ്കടം പങ്കുവെക്കണം, സ്വപ്നം പങ്കുവെക്കണം, പ്രാർത്ഥനയും പങ്കുവെക്കണം. പങ്കുവെച്ച് ജീവിക്കുന്ന ഒരു സമൂഹം ആരോഗ്യമുള്ള സമൂഹമായിരിക്കും. അങ്ങനെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ളൊരു കുടുംബം വേണം. കുടുംബം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഒരു യൂണിറ്റാണ്, ഒരു സെല്ലാണ്. ആ സെല്ലിന്റെ ആരോഗ്യമാണ് സമൂഹത്തിന്റെ ആരോഗ്യം. അപ്പൊ സാമൂഹ്യ ആരോഗ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവൾ ആദ്യം ചെയ്യേണ്ടത് കുടുംബത്തിന്റെ ആരോഗ്യം നിലനിർത്താനുള്ള ആ സെല്ലിന്റെ ആരോഗ്യം നിലനിർത്തണം. സമൂഹത്തിന്റെ ഒരു സെല്ലാണ് കുടുംബം. സെല്ലിന്റെ ആരോഗ്യമാണ് ശരീരത്തിന്റെ ആരോഗ്യം, സമൂഹത്തിന്റെ ആരോഗ്യം. അതുകൊണ്ട് കുടുംബ ആരോഗ്യം നിലനിർത്താനുള്ള നടപടികൾ, ഇന്നത്തെ കുടുംബ സംവിധാനത്തിന് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് ബുദ്ധിപൂർവം മാറ്റിയെടുത്ത് ശരിയാക്കിയെടുത്ത് കുടുംബ സംവിധാനം നിലനിർത്താൻ, കൂടുതൽ മെച്ചപ്പെട്ട കുടുംബ സംവിധാനം ഉണ്ടാക്കാനുള്ള വഴികളാണ് ആലോചിക്കേണ്ടതും കണ്ടുപിടിക്കുന്നത്. ഒരിക്കൽ ഞാൻ മരിക്കേണ്ടതാണ്, പിന്നെന്തിനീ ശരീരം? മരിക്കുമെന്ന് ആര് പറഞ്ഞു? മനസ്സിന്റെ മാലിന്യമാണ് മരണം. അതായത് നമ്മൾ കാണുന്നു ഒരാൾ ജനിക്കുന്നു, വളരുന്നു, വലുതാകുന്നു, മരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചു ജനിച്ചാൽ മരിക്കണമെന്ന്. നമ്മുടെ മനസ്സിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന, കാർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സന്ദേശമാണ് ജനിച്ചാൽ മരിക്കണമെന്ന്. നമ്മൾ കാണുന്നതൊന്നും തന്നെ ശരിയല്ല. സൂര്യൻ കിഴക്കുദിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്, പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്, അത് ശരിയല്ലല്ലോ. ഭൂമി കറങ്ങുന്നുണ്ട്, പക്ഷെ നമുക്ക് അനുഭവപ്പെടുന്നില്ലല്ലോ. അങ്ങനെയുണ്ടെങ്കിൽ മരണം ഒരു മിഥ്യാധാരണയാണ്. മരണമില്ലാത്ത മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. പക്ഷേ മരണം എന്നത്തേക്കുമായി അവിടെ നിൽക്കാനല്ല, അവന്റെ ഡ്യൂട്ടി ഭൂമുഖത്ത് തീരുമ്പോൾ സ്വമേധയാ പിരിഞ്ഞു പോകാനുള്ള ഒരു സംവിധാനവും കൂടി ശരീരത്തിലുണ്ടാകും. അതായത് ഞാൻ എൻ്റെ കാലഘട്ടം ചെയ്തു തീർക്കേണ്ട കുറെ ജോലികളുണ്ട്. ആ ജോലികൾ തീർത്തു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ച്
വിട്ടുപോകുന്ന ആ ഒരു നോളജ് ആദിവാസി സമൂഹങ്ങൾക്കുണ്ടായിരുന്നു. ഇനിയും ഉണ്ടാകും. നമ്മളെ ഡ്യൂട്ടി കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകണം. നമ്മുടെ ജോലി കഴിഞ്ഞു. ആ ജോലി കഴിഞ്ഞാൽ പിരിഞ്ഞു പോകണം. അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് മരിക്കുക, രോഗം വന്ന് മരിക്കോട്ടെ, ഞാൻ തോന്നിവാസം ജീവിക്കും, എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും, എന്തായാലും മരിക്കണം, എന്നാൽ ഞാൻ തോന്നിവാസം ജീവിക്കും എന്ന് പറയുന്നത് ബുദ്ധിയുടെ കുറവും, മനസ്സും ബുദ്ധിയും കൂടി ചേരാത്തതിന്റെ കുഴപ്പം കൊണ്ട് പറ്റുന്ന ഒരു അബദ്ധമാണ്. പിന്നെ എന്തിന് ഞാൻ ഈ ശരീരത്തെ കുറിച്ച്? മേക്ക് യുവർ ബോഡി ഡിവൈൻ, then you will become divine. അത്രേ ഉള്ളൂ. ശരീരത്തെ പറ്റി എന്തിന് ചിന്തിക്കണം? ബോഡി ഡിവൈൻ ആക്കുക, then you will become divine. ആനന്ദം വേണോ വേണ്ടെന്ന് അവരവർക്ക് തീരുമാനിക്കാം. നശിക്കണോ വേണ്ടേ എന്നുള്ളത് അവരവർക്ക് തീരുമാനിക്കാം. ഈ ഭൂമുഖത്ത് അനന്തര തലമുറ മെച്ചമാകണോ വേണ്ടെന്ന് അവരവർക്ക് തീരുമാനിക്കാം. സകലതിനും പൂർണ്ണ ഉത്തരവാദിത്വം പ്രകൃതി കനിഞ്ഞ് അനുവദിച്ചു തന്നിരിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യനെന്ന് തിരിച്ചറിയണം. ആ തിരിച്ചറിവോടെ ഇവിടെ ജീവിക്കണം. ഓക്കെ.